സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും വഹിച്ചുകൊണ്ടുള്ള പരീക്ഷണ പറക്കലിനിടെ പ്രതിസന്ധിയിലായ ബോയിംഗ് സ്റ്റാർലൈനർ പേടകത്തിന്റെ അടുത്ത പരീക്ഷണം നടത്താൻ നാസ. എന്നാൽ വീണ്ടും ബഹിരാകാശ യാത്രികരെ വഹിച്ച് കുതിക്കാൻ അനുമതി ലഭിക്കാൻ അതിനു മുമ്പ് സ്റ്റാർലൈനറിന്റെ അൺക്രൂഡ് പരീക്ഷണ പറക്കൽ ബോയിങ്ങിനെ വിജയിപ്പിക്കേണ്ടതുണ്ട്. വിജയകരമായ അൺക്രൂഡ് പരീക്ഷണത്തിന് ശേഷം മാത്രമേ സ്റ്റാർലൈനർ ഇനി ക്രൂ ദൗത്യങ്ങൾക്ക് നാസ ഉപയോഗിക്കൂ എന്നാണ് റിപ്പോർട്ട്. 2024 ജൂൺ 5-നാണ് സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും വഹിച്ചുകൊണ്ട് ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ പേടകം പരീക്ഷണ പറക്കലിനായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് തിരിച്ചത്. എന്നാൽ പേടകത്തിന്റെ ത്രസ്റ്ററുകൾക്ക് തകരാർ സംഭവിച്ചതും ഹീലിയം ചോർച്ചയും കാരണം നിശ്ചിത സമയത്ത് സ്റ്റാർലൈനർ തിരികെ ഭൂമിയിലേക്ക് കൊണ്ടുവരുവാനായില്ല. ISS-ൽ സുനിതയുടെയും ബുച്ചിന്റെയും വാസം നീളുകയും ചെയ്തു. ഒടുവിൽ കഴിഞ്ഞ സെപ്റ്റംബറിൽ ആളില്ലാതെ സ്റ്റാർലൈനർ പേടകം ന്യൂ മെക്സിക്കോയിൽ ലാൻഡ് ചെയ്യിക്കുകയാണ് നാസയും ബോയിങ്ങും ചെയ്തത്. ഇനി സ്റ്റാർലൈനർ ആദ്യമൊരു ക്രൂ ഇല്ലാത്ത പരീക്ഷണ പറക്കൽ നടത്തുമെന്നും അതിനുശേഷം ക്രൂ ദൗത്യങ്ങൾക്കായി വാഹനം പുനർനിർമ്മിക്കുമെന്നും സ്റ്റാർലൈനർ വികസനത്തിന് മേൽനോട്ടം വഹിക്കുന്ന നാസയുടെ കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാമിന്റെ തലവനായ സ്റ്റീവ് സ്റ്റിച്ച് പറഞ്ഞു. സ്റ്റാർലൈനറിലെ ത്രസ്റ്ററുകൾക്ക് രൂപകൽപ്പന ചെയ്തതുപോലെ ബഹിരാകാശത്ത് പ്രവർത്തിക്കുവാൻ കഴിയുമെന്ന് സ്ഥിരീകരിക്കുകയാണ് പുതിയ അൺക്രൂഡ് പരീക്ഷണത്തിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഹീലിയം ചോർച്ച ഇല്ലാതാക്കേണ്ടതുണ്ട്. ഈ പരീക്ഷണങ്ങൾ ഭൂമിയിൽ നടത്തുക പ്രായോഗികമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. 2024 ജൂണിലെ സ്റ്റാർലൈനറിന്റെ പരീക്ഷണ പറക്കലിന് ശേഷമുള്ള സാങ്കേതിക അന്വേഷണങ്ങളിൽ കാര്യമായ പുരോഗതി നാസയും ബോയിങ്ങും കൈവരിച്ചിട്ടുണ്ടെങ്കിലും പ്രൊപ്പൽഷൻ സിസ്റ്റത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഇക്കഴിഞ്ഞ ജനുവരിയിൽ നാസയുടെ സുരക്ഷാ ഉപദേശക സമിതി വ്യക്തമാക്കിയത്. ബോയിങ് ഈ വേനൽക്കാലത്ത് പ്രൊപ്പൽഷൻ സിസ്റ്റം ഘടകങ്ങളുടെ ഒരു ഗ്രൗണ്ട് ടെസ്റ്റ് ആസൂത്രണം ചെയ്യുന്നുണ്ട്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് സ്ഥിരമായി ദൗത്യങ്ങൾ നടത്താൻ സ്പേസ് എക്സിനെ പോലെ അനുമതി ലഭിക്കുവാൻ സ്റ്റാർലൈനറിന്റെ സുരക്ഷാ ബോയിങ്ങിന് തെളിയിച്ചേ മതിയാകൂ. ISS-ലേക്ക് ജീവനക്കാരെയും ചരക്കുകളും എത്തിക്കുന്നതിന് നാസ ഇപ്പോഴും പ്രധാനമായും സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ബഹിരാകാശ പേടകമാണ് ഉപയോഗിക്കുന്നത്. അതിനിടെ 9 മാസം സ്പേസിൽ കഴിഞ്ഞ സുനിത വില്യംസിനും ബുച്ച് വിൽമോറിനും ഓവർടൈം ശമ്പളം ലഭിക്കുമോ എന്ന വാർത്തയാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നത്. നാസയുടെ ചട്ടം അതിന് അനുവദിക്കുന്നില്ലെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഓവർടൈം ഇല്ലെങ്കിലും $5 പ്രതിദിന ആനുകൂല്യമായി അവർക്ക് കിട്ടുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു.